കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ഇടയാക്കി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പല വിധത്തിൽ സംസാരിക്കാൻ ഇടയായി തീർന്നു. അമ്മേൻ അവസാനമായി നമുക്ക് കേട്ടത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. അല്പം നിമിഷം കൂടി നമ്മുടെ മുമ്പിലുണ്ട് അമ്മ. അതുകൊണ്ട് ഞാൻ ഒരു വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ മരിച്ച നിങ്ങളുടെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 2-3 വാക്യം. അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായി ഇരിക്കുന്നു. ആമേൻ. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്താണെന്ന് പലപ്പോഴും നാം മറന്നു കളയാറുണ്ട്. നാം ആരാണെന്നുള്ള ദൈവം നമ്മെ എവിടെ ആക്കിയിരിക്കുന്നു. ആമേൻ. ഇവിടെ നാം ഒരു കോർട്ടിൽ കടന്നു ചെന്നാൽ ആ കോർട്ടിൽ പലരും ഉണ്ട്. എന്നാൽ അന്ത്യ തീരുമാനമെടുക്കുന്ന ജഡ്ജിയാണ്. ആ ജഡ്ജിയുടെ കസേര നമുക്ക് കയറിയിരിക്കാൻ ഒക്കത്തില്ല. യേശുവിന് സകല അധികാരം യേശുക്രിസ്തുവിനാണ് ഉള്ളത്. എന്നാൽ താൻ ക്രൂശീകരിക്കപ്പെട്ട് കഴിഞ്ഞ് പിശാചിന്റെ കയ്യിൽ നിന്ന് അധികാരം കൈമാറി അത് സഭയാകുന്ന നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം അധികാരം കൈമാറുവാനിടയായിട്ട്. നാം ആരാണെന്നും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്നും നാം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇന്നത്തെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഭൂലോകം മുഴുവനും പോയി സകല ദൃഷ്ടികളും സുശേഷം പ്രസംഗിപ്പീൻ, രോഗികളുടെ മേൽ കൈവെപ്പീൻ, ഭൂതങ്ങളെ ശാസിപ്പീൻ, സകലത്തിന്മേൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു, കെട്ടുവാനും അഴിക്കുവാനും തുറക്കുവാനും ഉള്ള താക്കോല് വരെ കൈമാറിയിട്ടിട്ട് നമ്മൾ പറയുന്നത് കർത്താവെ അങ്ങ് ചെയ്യണേ, കർത്താവെ അങ്ങ് പ്രവർത്തിക്കണേ ഒക്കെ കർത്താവിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അമ്മൻ. വചനത്തിൽ നമ്മൾ വായിച്ചത് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു. ആ ദൈവം നമുക്ക് വലിയ ജ്ഞാനം ദൈവം നമുക്ക് തന്നിരിക്കുക. അമ്മ. അത് ഗുപ്തമായിട്ട് നിക്ഷേപങ്ങളൊക്കെ വലിയ നിക്ഷേപങ്ങൾ ഇന്നും പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ അത് ഇവിടെ ആയാലും ദൂരെ ഈ അമേൻ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ച് ഈ വചനം ഏറ്റെടുക്കുക. അമ്മേ, വചനം നിങ്ങളുടേതായിട്ട് നിങ്ങൾ അത് കൺവേർട്ട് ചെയ്യേ. വചനം നിങ്ങളുടേതായിട്ട് നിങ്ങൾ മാറ്റിയെടുത്താൽ അമ്മ അതിൽ കൂടെ വിജയം കൈവരിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ ഇതിൽ ആഴമായി നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ 1-2 കാര്യങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ വെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ മുമ്പ് ഞാൻ വായിച്ചതിൻ്റെ തൊട്ട് ചേർന്നുള്ള വാക്യങ്ങൾ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യം ഇത് പെട്ടെന്ന് ഓടിച്ചൊന്ന് വായിച്ചാട്ടെ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അമ്മേ, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ, ജഡത്തിൽ വസിക്കുന്നവരാ. എന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡപ്രകാരമുള്ള പോരാട്ടമല്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്തോത്രം. അമ്മേ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പൊ നാം ആത്മാവിനെ പ്രാപിച്ചവരാ. ഏത് ആത്മാവിനെ നാം പ്രാപിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, യേശുവിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാ നാം. അമ്മ, എന്തിനു വേണ്ടി ആത്മാവിനെ നമുക്ക് തന്നത്? സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്. അതിന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ കോട്ടകളെ ഇടിപ്പാനുള്ള ശക്തിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന സകലത്തെയും തകർക്കുവാനുള്ള ശക്തിയും അധികാരവും ദൈവം നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്ന ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആമേൻ. ദൈവമക്കളെ, ശത്രു നമ്മുടെ മുമ്പിൽ കടന്നു വന്ന് വഴികളെ അടയ്ക്കുമ്പോഴും അല്ലെ നെഗറ്റീവായിട്ട് പറയുമ്പോഴും നാം അതിനെ തകർക്കണം. കർത്താവല്ല അത് ചെയ്യേണ്ടത്, നമ്മൾ തന്നെ അത് ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ
നമ്മുടെ നന്മയ്ക്കെതിരെ, നമ്മുടെ പ്രവർത്തനത്തിനെതിരെ, നമ്മുടെ ആരോഗ്യത്തിനെതിരെ, നമ്മുടെ ജോലിക്കെതിരെ, കുടുംബത്തിന് കുഞ്ഞുങ്ങൾക്കെതിരെ ഒക്കെ ശത്രു തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ അതിനെ ശാസിച്ചകറ്റേണ്ടത് നമ്മുടെ ജോലിയാ. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മരണത്തിന്റെയും ജീവന്റെ അധികാരം ദൈവം നമ്മുടെ നാന്മേൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് ദോഷമായി വരികയില്ല. ആരാ പറഞ്ഞത്? നമ്മുടെ ദൈവം, കർത്താവും രാജാതി രാജാവും. ആമേൻ, സ്തോത്രം. ഈ കർത്താവ് നമ്മെ ന്യായം വിധിക്കാനായി കടന്നു വരുന്നത്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ അതിലേക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പടങ്ങി വരാം. അതിനകത്തിൽ പറയുന്നത്, പിതാവ് പുത്രന് ന്യായവിധി കൊടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നിങ്ങളെ ആരെങ്കിലും റോങ്ങായിട്ട് വചനത്തിന് വിരുദ്ധമായി നിങ്ങളെ നയിച്ചാൽ, ആമേൻ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവവചനത്തിന് വിരുദ്ധമായി നിങ്ങളെ നയിച്ചാൽ, ഗൈഡ് ചെയ്താൽ, ആമേൻ, സ്തോത്രം, അത് പാസ്റ്റർ ആയാലും, അത് പുരോഹിതനായാലും, അത് അച്ഛനായാലും, മെത്രാനായാലും, ഉപദേശിയായാലും അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവവചനത്തിന് വിരുദ്ധമായി നിന്നാൽ. അപ്പൊ യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്തവരാരും സ്വർഗരാജ്യത്തിൽ കടക്കുകയെന്ന് പറഞ്ഞപ്പോൾ, അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയോട് പറഞ്ഞു, സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാ, അവൻ ഭർത്താവിൽ പോകുന്ന ഒരു വിശ്വാസിയാ. എന്നോട് പറഞ്ഞത്, സ്നാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അത് ഒരു കുഞ്ഞു ഉരുവായപ്പോൾ അത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അത് വെള്ളത്തിലാണ് കിടക്കേണ്ടത്, അതിന് സ്നാനത്തിന് തുല്യമാണെന്ന്. ആമേൻ, സ്തോത്രം. റോങ് ആയിട്ട് പഠിപ്പിച്ചാൽ നീ മറ്റുള്ളവരെ നീ അതിലേക്ക് നയിച്ചാൽ ദൈവസ്ഥനെ നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം യേശു ക്രിസ്തു ന്യായാധിപതിയായി നമ്മുടെ മുമ്പിൽ വരുന്നു. ന്യായാധിപതി യേശു ക്രിസ്തുവാ. ആമേൻ. സകല മനുഷ്യരെ ന്യായം വിധിപ്പാൻ അധികാരം കൊടുത്തിരിക്കുന്ന യേശുവിനാ. ആമേൻ, സ്തോത്രം. യേശുവിന്റെ പ്രമാണങ്ങൾ നാം പ്രമാണിച്ചില്ലെങ്കിൽ, യേശു പറഞ്ഞ ഉപദേശങ്ങൾ നാം അനുസരിച്ചില്ലെങ്കിൽ നാം എല്ലാം കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഒരു പാസ്റ്റർക്കോ, ഒരു ഉപദേശിക്കോ, ആമേൻ, ഒരു ഭാര്യയ്ക്കോ, ഭർത്താവിനോ, ഒരു മക്കൾക്കോ ആർക്കും സപ്പോർട്ട് ചെയ്യാനൊക്കത്തില്ല. വചനം വെച്ചാണ് യേശു നമ്മളെ ന്യായം വിധിക്കുന്നത്. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രു സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. തരുമെന്ന് പറഞ്ഞവൻ ആ യേശുവാ പറയുന്നത് ന്യായം വിധിപ്പാനായി കടന്നു വരുന്നത്. അപ്പൊ നാം അത് ചെയ്യാതിരുന്നാൽ നാം അവിടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ശോധന ചെയ്യാം. യേശുവിനെ ഉപദേശിച്ച് നാം നിലനിൽക്കാതെ, യേശു പറഞ്ഞതൊന്നും നാം ചെയ്യാതെ, നമുക്ക് അധികാരം കൈമാറി 5 ഓഫീസസ് തന്നിട്ട് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ ഉപദേശങ്ങളിൽ നിലനിൽക്കാതെ നാം കടന്നു ചെന്നിട്ട് യേശുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഏതെങ്കിലും വിഷയത്തിൽ നാം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇരിക്കുന്നെങ്കിൽ മടങ്ങി വരിക. യേശുവിന്റെ ഉപദേശത്തിൽ നമുക്ക് കടന്നു ചെല്ലാം. അപ്പൊ നമ്മൾ വ്യാപരിച്ചിരിക്കുന്ന ശക്തി, ആമേൻ, ഹല്ലേലൂയ, കോട്ടകളെ ഇടിപ്പാനുള്ള ശക്തിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആമേൻ. 5-ാം വാക്യം, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് കൂടെയുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു. സ്തോത്രം. ആകയാൽ നിങ്ങളുടെ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയണം. ആമേൻ, ആമേൻ. നിങ്ങളുടെ സങ്കല്പങ്ങൾ നിങ്ങൾ വിട്ടുമാറണം. ദൈവിക പരിജ്ഞാനത്തിനെതിരായി ഉയരുന്ന സകല ഉയർച്ചകളെ നാം ഇടിച്ചു കളയണം. നെഗറ്റീവ് തോട്ട്സുകളെ എല്ലാം നാം മാറ്റിക്കളയണം. ശത്രു കൊണ്ടുവരുന്നതിനെ നാം തകർക്കണം. നിനക്കെതിരെ ഹല്ലേലൂയ ഉയർന്നു വരുന്ന ആയുധങ്ങളും, ആമേൻ, ഹല്ലേലൂയ, പൈശാചിക ശക്തികളെ നീ തന്നെ തകർക്കണം. അതിനുള്ള അധികാരം നിനക്കാ തന്നിരിക്കുന്നത്, എനിക്ക് തന്നിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. മറ്റുള്ളവർ പറയുന്നതെല്ലാം നാം ഏറ്റെടുക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കോട്ടകളെ ഇടിപ്പാനുള്ള ദൈവശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ശത്രു തന്ത്രങ്ങളെ നാം തിരിച്ചറിയാത്തവരാകരുത്. ആമേൻ, ഹല്ലേലൂയ. നാം എന്നും ക്ഷയിച്ചും ആമേൻ തളർന്നും ആമേൻ, ഹല്ലേലൂയ, ഇങ്ങനെ ഇരിപ്പാനുള്ള ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡിയകളല്ല, കോട്ടകളെ ഇടിപ്പാനുള്ള ദൈവശക്തി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ.
ആമേൻ, കോട്ടകളെ ഇടിപ്പാനുള്ള ദൈവശക്തി ആരാ തന്നത്? ഈ ലോകത്തിലുള്ളൊരു വല്ലവരാണോ? രാജാക്കന്മാരാണോ? ആമേൻ, അല്ലെങ്കിൽ പ്രസിഡന്റുമാരാണോ? അല്ലെങ്കിൽ സ്തോത്രം മന്ത്രിമാരാണോ? അല്ല, രാജാതിരാജാവും കർത്താവും സകലത്തെ നിയന്ത്രിക്കുന്നവനും ആമേൻ, ലോകത്തെ ന്യായം വിധിപ്പാനും കടന്നു വരുന്ന കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. നാം മറന്നു കളയരുത്. നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നാം ഓർത്തിരിക്കണം. നമ്മുടെ പൊസിഷൻ നാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ജഡ്ജിയുടെ കസേരയിൽ ജഡ്ജി മാറിയിരുന്നാൽ ജഡ്ജിക്ക് എന്ത് പവറാ ഉള്ളത്? ആ കസേര, അവിടാണ് ആ പവർ. താനിട്ടേക്കുന്ന വസ്ത്രം, ദൈവം നമ്മെ രാജകീയ വസ്ത്രം നമ്മെ ധരിപ്പിച്ചിരിക്കുക. ആമേൻ. ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുക. നാം ആരാണെന്നുള്ള ഉത്തമ ആമേൻ വിശ്വാസവും നമുക്ക് ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ വേണം. ഇല്ലാത്തവർ ആമേൻ സ്തോത്രം കാറ്റത്തുലയുന്ന ആമേൻ ഹല്ലേലൂയ വേലി പോലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇല പോലും ആയിത്തീരുവാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമുക്ക് നല്ല ഉറപ്പും വിശ്വാസവും ഉണ്ടായിരിക്കണം. നമ്മുടെ നാഥൻ നമ്മുടെ വലം കൈയിൽ പിടിച്ചിരിക്കുക. ആമേൻ സ്തോത്രം. അത് 5-ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ, 10-5-8 വരെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് നാം നമ്മുടെ ഡ്യൂട്ടിയെ ഇടിച്ചു കളയേണ്ടത്. നിനക്കെതിരെ ഉയർന്നു വരുന്ന മറ്റുള്ളവർ പറയുന്നത് ആമേൻ, അത് ഏറ്റെടുക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ നമുക്ക് വേണ്ടി വാതിലുകൾ അടയ്ക്കുമ്പോൾ നാം അതിനെ തുറക്കണം. എല്ലാ ഉയർന്നു വരുന്ന സങ്കല്പങ്ങളും നാം ഇടിച്ചു കളയണം. ദൈവിക പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുവരുന്ന സകലത്തെയും നാം ഇടിച്ചു കളയണം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ആമേൻ. ക്രിസ്തുവിനോടുള്ള കൂടെയുള്ള അനുസരണത്തിനായി നാം അതിനെ പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ ആമേൻ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. ആമേൻ. നിങ്ങൾ പുറമേയുള്ളവ നോക്കുന്നു. ആമേൻ. ഞാൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നു എങ്കിൽ ആമേൻ, അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവർ പിന്നെയും നിരൂപിക്കട്ടെ. ആമേൻ. നാം ആരാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. നാം ലോകക്കാരല്ല. നമ്മൾ ആരുടെ മക്കളാ? നാം ആർക്കുള്ളവരാ? ആമേൻ. ഈ ലോകത്തിനുള്ളവരല്ല, നാം ക്രിസ്തുവിനുള്ളവരാ. നമുക്ക് അധികാരം കൈമാറിയത് ക്രിസ്തുവാ. സകലത്തെയും തകർക്കുവാനുള്ള അധികാരം നമുക്ക് തന്നത് ക്രിസ്തുവാ. ആമേൻ. 8-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്ന് അധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ. ദൈവമക്കളെ, നമ്മൾ ഇടിച്ചു കളയുവാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ദൈവം നമ്മെ പണിയുവാനാ. ശത്രു ഇടിച്ചു കളയുമ്പോൾ, ശത്രു തകർക്കുവാൻ വരുമ്പോൾ, ശത്രു മുടിക്കുവാൻ വരുമ്പോൾ നാം പണിയുവാൻ വേണ്ടിയ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. തകർത്ത് കളയുവാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ, അമ്മ ദൈവിക പരിജ്ഞാനത്തിൽ അമ്മ പണിയുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വിക്ടർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 2:3 ഒന്നിടുന്ന് വായിച്ചാട്ടെ. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ആമേൻ. ഗുപ്തനിധികൾ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത്. ആമേൻ. മറവിടങ്ങളിലെ ഗുപ്തനിധികൾ, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ പ്രാപിക്കണമെങ്കിൽ അപ്പൊ എല്ലാവർക്കും അത് ലഭിക്കത്തില്ല. അത് ആഗ്രഹിക്കുന്നവന് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ആരത് ആഗ്രഹിക്കുന്നു? പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തനിധികളൊക്കെയും ഈ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നു. ഇന്ന് പൽക്കാലം ആരാഗ്രഹിക്കുന്നു അവരെ അതിനാൽ നിറയ്ക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 9-ാം വാക്യം കൊടുത്ത് വായിച്ചാൽ സമയം അവസാനിച്ചിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആമേൻ. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 10-ാം വാക്യം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആമേൻ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവനിൽ നാം പരിപൂർണരായിരിക്കുന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ആമേൻ. നാം ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുന്നെന്ന്. ആമേൻ. സ്തോത്രം. നമ്മുടെ മുമ്പിൽ ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുക. നമ്മുടെ മുമ്പിൽ ക്രിസ്തുവാ മുമ്പിൽ നടക്കുന്നത്. ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുക. ഏതെങ്കിലും ശത്രുവിന് നമ്മളെ തകർക്കുവാൻ പറ്റുമോ? നാം ആരാണെന്നുള്ള
ഉത്തമ ബോധ്യം നമുക്ക് വേണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവേദനേ, ആമേ ഹല്ലേലൂയ, കർത്താവിന്റെ കൽപ്പന നീ അനുസരിക്കാതെ ആമേ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പുറകിൽ നടന്ന് അപ്പൊ മറ്റുള്ളവർ വചനത്തിന് വിരുദ്ധമായി ഇതിനെ തെറ്റിച്ച് നടത്തുകയാൽ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം തന്ന ഉപദേശത്തെ നിലനിൽക്കാതെ പോയാൽ ആമേ കൈവിടപ്പെട്ടു പോകാനിടയായി തീരും. കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഒരു രേഖ പോലും അമ്മ നഷ്ടപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവവേദനേ, ഹല്ലേലൂയ, നിങ്ങൾ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. കർത്താവിന്റെ വചനത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ, ഈ വചനം അമ്മ ഇട്ടാൽ വചനം കിളിർക്കും. വചനം നിങ്ങളെ ബലപ്പെടുത്തും. വചനത്തിന് മുമ്പിൽ നിങ്ങൾ തന്നെ സമർപ്പിക്കും.